ഹായ് ഡിയർ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ? സുഖം തന്നെയാണോ? എല്ലാവരും ഇലക്ഷൻ്റെ ചൂടിലൊക്കെ ആയിരിക്കും അല്ലേ? കുറേ ദിവസം മഴയായിരുന്നു, പിന്നെ അത് കഴിഞ്ഞ് മഞ്ഞിൻ്റെ കുറച്ച് ഒരു കാലാവസ്ഥയിൽ ഭയങ്കര പകൽ പോലും വെയിലില്ലാത്തൊരവസ്ഥയൊക്കെ ആയിരുന്നു അല്ലേ? അതെല്ലാം മാറി ഇപ്പം നല്ല വെയിലൊക്കെ വന്ന് തുടങ്ങി അല്ലേ? ചെടികളൊക്കെ ഉഷാറായി തുടങ്ങി. വെയിലുണ്ടെങ്കിലേ ചെടികളൊക്കെ ഉഷാറാകത്തുള്ളൂ അല്ലേ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പറയണം കേട്ടോ. എനിക്കങ്ങനെയാണ്. ഇത് ഈ കാണുന്നത് എൻ്റെ ബട്ടൺ റോസിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ എംസം സാൾട്ട് ഇടുന്നത് കാണിച്ചില്ലേ? അത് ശരിയായി വരുന്നേ ഉള്ളൂ. പക്ഷേ എന്നാലും പൂക്കൾക്ക് യാതൊരു കുറവുമില്ല. എല്ലാ പൂക്കളും വിരിഞ്ഞു നന്നായിട്ടങ്ങ് സൂപ്പറല്ലേ, നോക്കിക്കേ. പിന്നെ ഇത് കാശ്മീരി റോസ. കാശ്മീരി റോസ നിറഞ്ഞു പൂത്ത് നിൽക്കുവാണേ. കാണാൻ നല്ല ഭംഗിയില്ലേ, നോക്കിക്കേ. ഇഷ്ടമായാൽ പറയണം. കാശ്മീരി റോസയ്ക്ക് പിന്നെ എപ്പോഴും പൂക്കളാണ്. പൂക്കൾക്ക് യാതൊരു പൂക്കൾ വേണം എന്നുള്ളവർക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്നൊരു റോസയാണ് കാശ്മീരി റോസ. നിറച്ച് പൂക്കളാണേ എപ്പോൾ നോക്കിയാലും. ഇത് സ്റ്റാർസീനിയയുടെ ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു നടുന്നതിൻ്റെ. അപ്പം ഞാൻ പറയുകയും ചെയ്തു, നിറഞ്ഞ് പൂക്കാൻ വേണ്ടിയിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്താൽ നിറഞ്ഞ് ബുഷിയായിട്ട് വളരുമെന്ന്. ആ സ്റ്റാർസീനിയാണിത്. ഇത് 7 days റോസയാണ്. 7 days റോസ കുറച്ച് ദിവസമായി പൂക്കളൊക്കെ വിരിഞ്ഞിട്ട്. അതുകൊണ്ട് ആ പൂക്കളുടെ ഒരു ഭംഗിയൊക്കെ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഓർക്കിഡ് റോസയും. ഓർക്കിഡ് റോസയും കുറച്ച് ദിവസമായി വിരിഞ്ഞിട്ട്. ഇത് നമ്മുടെ പട്ടു റോസ, പഴയ നാടൻ പട്ടു റോസ. ഇഷ്ടമായോ? ഇത് നമ്മുടെ എഡ്വേർഡ് റോസ. പന്നീർ റോസയുടെ ഇത്തിരിയുടെ സ്മെല്ലല്ലേ പൂക്കൾക്കെന്ന് തോന്നും. അതുപോലെ സ്മെല്ല. നല്ല അടുക്കുക കേട്ടോ പൂക്കൾ കാണാനായിട്ട്. എന്തായാലും ഇന്ന് എല്ലാ റോസയും വിരിഞ്ഞു. ഈ ഓർക്കിഡ് റോസ കുറച്ച് ദിവസമായി വിരിഞ്ഞിട്ട്. എന്നാലും പിന്നെ വീഡിയോ എടുത്തപ്പോൾ പിന്നെ അതിനെയൊക്കെ കൂടെ ഉൾപ്പെടുത്തി നമ്മൾ. എന്തായാലും കാണാൻ നല്ല ഭംഗിയില്ലേ? എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. കമൻ്റായിട്ടൊക്കെ ഇടണം. അതുപോലെ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ ലൈക്കും കമൻറ്റും ഇടാനായിട്ട് മറന്നു പോകല്ലേ. നമ്മൾ ഗീവ് അവയുടെ ഗിഫ്റ്റൊക്കെ അയച്ചായിരുന്നു, കിട്ടി എന്ന് പറഞ്ഞു. സന്തോഷം.